മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ കടുപ്പമായി മാറും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി ഉൾപ്പെടെയുള്ളവയുമായി CMRL നടത്തിയ സാമ്പത്തിക ഇടപാടിൽ 3 വർഷം മുൻപേ പ്രാഥമിക വിവരശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇഡിക്ക് എളുപ്പമാകും. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ 2021 ഇഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുലമായ നീക്കങ്ങൾ അന്ന് 2 കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു. കൊച്ചിയിലെ IT പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് CMRLന്റെ 2016 മുതൽ 2019 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് 135.5 കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത്. തുടർന്നായിരുന്നു ഇഡിയുടെ പ്രാഥമിക അന്വേഷണം. CMRLുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജിക് കമ്പനി ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത്. 2022 നവംബറിൽ പ്രവർത്തനം മരവിപ്പിച്ചു. വീണയുടെ കമ്പനിക്ക് വായ്പയായി 78 ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തായ്ക്ക് പങ്കാളിത്തമുള്ള എംപവർ ഇന്ത്യ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെതിരെ CMRL ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിലെത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇഡി തൽക്കാലം നിർത്തിയത്. 1 വർഷത്തിലേറെ കഴിഞ്ഞാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത്. 73.5 കോടിയോളം രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലില്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടയ്ക്കാമെന്നുമായിരുന്നു ബോർഡിൽ CMRL വാദിച്ചത്. എന്നാൽ മൊത്തം 136 കോടിയോളം രൂപ വെളിപ്പെടുത്താത്ത ഗണത്തിലാണെന്നും അതിലെ 81.5 കോടിക്ക് നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ്. വീണയ്ക്കും കമ്പനിക്കും നൽകിയ 1.25 കോടിയോളം രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇതിന് നികുതി നൽകണമെന്നും വിധിച്ചു. ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണവും അനുവദിച്ചു. എന്നാൽ ബോർഡിന് മുൻപിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്രിമമോ നടന്നുവെന്ന SFIO ഇഡി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം നഷ്ടമാകും. ഇതിനിടെ എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ 12 കമ്പനികളിൽ 6 എണ്ണത്തിന്റെ പ്രതിനിധികളോട് മൊഴി നൽകാൻ ഹാജരാകാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദ്ദേശിച്ചു. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി 15-ന് അവസാനിച്ചിരുന്നു. ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട്. SFIO അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ KSIDC സമർപ്പിച്ച ഹർജിയും 5-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും.